അത്ഭുതമാകാനും അത്ഭുതമാക്കാനും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വിലയേറിയ മുത്തുകളാണ് ഞാനും നിങ്ങളും. എന്നാൽ നാം ഇന്ന് കടന്നു പോകുന്ന സാഹചര്യങ്ങളെ മുതലെടുത്തുകൊണ്ട് പൈശാചിക മണ്ഡലവും മനുഷ്യരും ഒരുപോലെ പറയും, നീ തകർന്നു, നീ ഇനി ഉയരത്തില്ല. നമ്മെ വീഴ്ത്താനും നമ്മുടെ തകർച്ച കാണാനും പൈശാചിക മണ്ഡലവും മനുഷ്യരും ഒരുപോലെ ശ്രമിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മെ നോക്കി പറയും, നിന്നെ ഞാൻ തിരഞ്ഞെടുത്തത് വീഴ്ത്തിക്കളയാനല്ല, മറിച്ച് ഒരത്ഭുതമാക്കി മാറ്റാനാ. അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിതന്മാരും വിശുദ്ധ ജനവും സ്വന്ത മക്കളുമാണ് ഞാനും നിങ്ങളും. അങ്ങനെയെങ്കിൽ ഇന്ന് കടന്നു പോകുന്ന സാഹചര്യങ്ങൾ നമ്മെ പരാജയപ്പെടുത്തി, നമ്മെ തോൽപ്പിച്ച് നാം ഒരു നിന്ദാപാത്രമായി തീരുമെന്നാണോ പ്രിയ ദൈവവേദലെ നീ ചിന്തിക്കുന്നത്? ഇല്ലെന്നേ. സാഹചര്യങ്ങളല്ല വിളിച്ച് വേർതിരിക്കപ്പെട്ട ദൈവജനത്തിൻ്റെ ഭാവി തീരുമാനിക്കുന്നത്, മറിച്ച് വിളിച്ച ദൈവം തീരുമാനിക്കും. അതുകൊണ്ട് ധൈര്യമായിരിക്കുക, സാഹചര്യങ്ങൾ നിന്നെ പരാജയപ്പെടുത്തത്തില്ല. പറയുന്ന വാക്കുകളും മാനുഷിക ശബ്ദങ്ങളും പൈശാചിക മണ്ഡലത്തിൻ്റെ അജണ്ടയും നിന്നെ പരാജയപ്പെടുത്താൻ ദൈവം വിട്ടുകൊടുക്കത്തില്ല. ദൈവം നിന്നെ അത്ഭുതമാക്കാനാണ് വിളിച്ചതെങ്കിൽ ആ അത്ഭുതകരമായ അവസ്ഥ മനുഷ്യരെയും പൈശാചിക മണ്ഡലത്തെയും കാണിച്ച് ലോകത്തിൽ നിന്നെ ഒരു മഹത്വമാക്കി ദൈവം പുറത്തെടുക്കും. അതുകൊണ്ട് ധൈര്യമായിരിക്കുക, നീ അത്ഭുതമായിരിക്കും. ഗോഡ് ബ്ലെസ് യു. ആമേൻ.